നല്ല ഉഷാറിൽ വിൽക്കണം. എനിക്ക് കാട് കൊത്തുന്നതില് ഭാവി ഉണ്ടോ എന്ന് ഞാൻ പറയണം കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സും ബെൽറ്റിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവും എന്ത് സംഭവം എന്നല്ലേ. ഇന്ന് രാവിലെ മുതലേ കുറച്ച് കവുങ്ങിന്റെ കാട് കൊത്താനുണ്ടായിരുന്നു. എനിക്ക് വലിയ ബാലൻസ് ഒന്നും ഇല്ല കവുങ്ങിന്റെ കാട് കൊത്തുന്നത്. അങ്ങനെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ നല്ല സക്സസ് ആയി. ഞാൻ കാട് കൊത്തിയല്ലേ കാണിച്ചു തരാം. ഇത് രാവിലെ മുതലേ ഉണ്ട്. അപ്പൊ ഇത് കാട് കൊത്തിയിട്ട് ശരിയാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും മോശമില്ലാന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ ഇടക്കിടക്ക് ചെറിയ ഇതെല്ലാം ഉണ്ടാവും. ആദ്യമായിട്ടും കൊത്തി ട്രൈ ചെയ്യുന്നല്ലേ. എക്സ്പീരിയൻസ് ഇല്ലപ്പാ കാട് കൊത്തിയ പോലെ എന്തായാലും ഞാൻ കൊത്തിരാൻ പാവില്ല. എല്ലാ തൊഴിലും നമ്മൾ പഠിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ചു കാട് കൊത്തുന്നത്, നമ്മൾ സാധാരണ കത്തി കൊണ്ട് കാട് കൊത്തല്, ഇന്ന് പിന്നെ മിഷൻ കൊണ്ട് കാട് കൊത്തി എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം. മിഷൻ ഓണാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് ഇങ്ങോട്ടാക്കണം. പിന്നെ അടുത്തതില് എന്റെ കണ്ണാടി വീണു, അതൊന്നും പ്രശ്നമില്ല. നല്ല ഉഷാറിൽ വിൽക്കണം. മിഷൻ ഓണായി. ഇനി നമുക്ക് അടുത്ത നമ്മളെ കന്നഡ. ഇത് ഭയങ്കര സേഫ്റ്റി. കല്ല് എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് തെറിക്കുന്നതെന്ന് അറിയില്ല. ഇനി മിഷീന്റെ സൗണ്ട് ആയിട്ട് ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് കേൾക്കില്ല. ഇനി മിഷീനാ ഇതിലത്തേക്ക് നമുക്ക് കണിക്കാനുണ്ട്. ഇങ്ങനെ ആക്കിയാൽ മതി, അതിലത്തേക്ക് വീഴും. സെറ്റായി. നമുക്ക് കുറച്ച് കാടിന് ആടെ കൊത്താൻ കുറച്ച് പെയിന്റിങ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ എൻ്റെ ഇന്നത്തെ കാട് കൊത്തുന്ന കഴിഞ്ഞു. ഇതില് പിന്നെ ഇങ്ങനെ ബെൽറ്റിൽ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് വെയിറ്റ് ഇല്ല. എനിക്ക് കാട് കൊത്തുന്നതിൽ ഭാവി ഉണ്ടോ എന്ന് ഞാൻ പറയണം കേട്ടോ. പിന്നെ ഒരു വെച്ചിട്ടാവില്ല, നല്ലൊരു പണിയെടുക്കാൻ ഭയങ്കര ഉഷാറ്. ഞാൻ ഇതുവരെ കാട് കൊത്തിയിട്ടില്ല. കാട് കൊത്തുന്നവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് എങ്ങനെയായിരിക്കും ഇവർ ഇത്രയും ബാലൻസ് ചെയ്തിട്ട് കൊത്തുന്നതെല്ലാം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മ കൊത്തിയിട്ടാകുമ്പോൾ നമുക്ക് വലിയൊരു കഷ്ടപ്പാട് തോന്നിയിട്ടാ. നല്ലൊരു അനുഭവം തന്നെ ഉള്ളത്. നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞു. ഈ ഒരു തട്ട് മാത്രമേ ഞാൻ കൊത്തിയിട്ടു. വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല, ഒരു 2 മണിക്കൂർ. സാധാരണ കൊത്തുന്നപ്പിക്ക് 1/2 മണിക്കൂറേ വേണ്ടി വരും. എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു. കൊത്തിയ നല്ല വൃത്തിയായിട്ടൊന്നുമില്ല. ചുറ്റും കാണുമ്പോൾ നിങ്ങൾക്ക് കാട് കൊത്താൻ അറിയുന്നപ്പോ എന്തായാലും പറയും ഇങ്ങനെ അല്ലാന്ന് പറയും. സംഭവം ശരി തന്നെ. പഠിക്കുന്നില്ലേ, പഠിക്കും. പിന്നെ തെറ്റുണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കണം എനിക്ക് കാട് കൊത്തുന്നതിൽ ഭാവി ഉണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കമന്റിൽ അറിയിക്കണം. ചീത്ത വിളിക്കരുത് ദയവായി. നമ്മളൊരു തൊഴിൽ പഠിക്കുന്നതല്ലേ. അപ്പൊ ഇനി കുറെ കാട് ആദ്യം കൊത്താനുണ്ട്. ഇന്നെന്തായാലും കൊത്താൻ കഴിയാ. ഇനി ബാക്കിയില്ലേ അവധി ദിവസവും അങ്ങനെയുള്ള സമയം കണ്ടെത്തിയിട്ട് കാട് കൊത്താം. അപ്പൊ ഇന്നത്തെ കാട് കൊത്തുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ കാട് കൊത്തുന്ന വീഡിയോ കഴിഞ്ഞു. ഇനി പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.